ആതിര, വെള്ളാപ്പള്ളി നടേശന് പത്മ അവാർഡ് ലഭിച്ചതിന് പിന്നാലെ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആര് കൊടുത്തു, എങ്ങനെ കിട്ടി, ആര് നോമിനേറ്റ് ചെയ്തു, അങ്ങനെ പല ചോദ്യങ്ങളും വരുന്നുണ്ട്. അതിലൊരു ചോദ്യമാണ്, പിണറായി ആണോ വെള്ളാപ്പള്ളി നടേശനെ പത്മ അവാർഡിന് നോമിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഇതിന് പിന്നിലെ വസ്തുത എന്താണ്? വസ്തുത ഇപ്പൊ സ്റ്റേറ്റ് തന്നെ പുറത്തേക്ക് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഇപ്രാവശ്യമാണെങ്കിലും സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരേ ഒരു ശുപാർശ അത് മമ്മൂട്ടിക്ക് വേണ്ടി മാത്രമാണ്. വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പുള്ളിയുടെ പേര് ആ ഒരു ശുപാർശയിൽ പോലും സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇതല്ലാതെ കേന്ദ്ര അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പത്മ അവാർഡ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളിയുമായിട്ടുള്ള അടുത്ത ഒരു കൂട്ടുകെട്ട് കാണുന്ന സമയത്തേക്ക് ഇതിന്റെ ഏറ്റവും നല്ല വിജയാഘോഷത്തിലും പങ്കെടുക്കാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെ ആയിരിക്കും. പക്ഷേ തഴഞ്ഞിരിക്കുകയാണ്. മേ ബി കുറെ അധികം പരാമർശങ്ങൾ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട്. വെള്ളാപ്പള്ളി BJP-യിലേക്ക് പോകാനായിരിക്കും. അത് അറിഞ്ഞതുകൊണ്ടായിരിക്കാം ഇപ്പൊ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല, ഇത് എന്റേതല്ല എന്ന രീതിയിലേക്കാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഒരാൾക്ക് മാത്രമേ, അത് അർഹപ്പെട്ട ഒരാൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ ശുപാർശ നൽകിയിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അതെ, ഇതുവരെ അറിഞ്ഞത് വെച്ച് വെള്ളാപ്പള്ളി നടേശനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ്, ഒരു സിറ്റിസൺ. നമുക്ക് നോമിനേറ്റ് ചെയ്യാം ഓരോ വ്യക്തികളെ. അപ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ സോഷ്യൽ വെൽഫെയർ എന്നുള്ള ഒരു ഘട്ടത്തിലോ അങ്ങനെ എന്തോ ആയിരുന്നു കൺസിഡർ ചെയ്യുന്നത്. പിന്നീടാണ് ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിലേക്ക് ഇത് വരുന്നതും പൊളിറ്റിക്കലി അദ്ദേഹത്തിന് ഇത് കിട്ടുന്നതും. പക്ഷെ അതിലൊരു ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിന് നോമിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നു. പക്ഷെ എന്തായാലും വിമർശനങ്ങൾക്ക് വിധേയനാകുമെന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ടാകാം, വിമർശനങ്ങൾ നേരിടാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാകാം, അദ്ദേഹം നേരിട്ട് നോമിനേറ്റ് ചെയ്യാതെ ഒരു ബിനാമിയെ കൊണ്ട് നോമിനേറ്റ് ചെയ്തതാകാം എന്നുള്ളൊരു പോസിബിലിറ്റി അവിടെ ഇല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു സംശയമുണ്ട്. കാരണം സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ശുപാർശയാണെങ്കിൽ പൊതുവെ മാധ്യമങ്ങളിലേക്കാണെങ്കിലും ഒരു പൊതുജനങ്ങളിലേക്കാണെങ്കിലും അത് അറിയാൻ സാധിക്കും സ്റ്റേറ്റ് ആണ് ആ ശുപാർശ നൽകിയിട്ടുള്ളത് എന്നുള്ളത്. ഇനിയിപ്പോ അല്ല, ഇവരിപ്പോ നൽകിയിട്ട് പോലും ഞങ്ങൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ രീതിയിൽ ഒരു റിസ്ക് എടുക്കാൻ അവർക്ക് അല്ലെങ്കിൽ ആ ഒരു താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയത് കൊണ്ട് ആർക്കും അവരുടെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത്. കാരണം അത്ര സൗഹൃദത്തിലുള്ള ഒരാൾക്ക്, നമ്മുടെ സൗഹൃദത്തിലുള്ള ഒരാൾക്ക് ഒരു പ്രത്യേക പദവിയോ അവാർഡോ ഒക്കെ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പോലെ തന്നെയായിരിക്കും പിണറായി സഖാവിനും സർക്കാരിനും ഉണ്ടാകാൻ പോകുന്നത്. കാരണം അത്ര അടുത്ത കൂട്ടുകെട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സഖ്യമാണ് നമ്മൾ അടുത്ത കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ തന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ട് നോമിനേറ്റ് ചെയ്യിപ്പിച്ചതുമായിരിക്കാം. പക്ഷേ അതിന്റെ ഒരു ട്രോൾ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VS-ന് കിട്ടുന്നു, ഈ പറയുന്ന മമ്മൂക്കയ്ക്ക് കിട്ടുന്നു, അതിന്റെ താഴെ വെള്ളാപ്പള്ളിയുടെ ഫോട്ടോ വരുമ്പോഴാണ് ഇയാൾക്ക് ഇത് എന്തിനാണ് കൊടുത്തത്, പത്മഭൂഷണൊന്നും ഒരു വിലയില്ലേ, ഇങ്ങനെ അങ്ങ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ എന്ന രീതിയിലാണ് പൊതുജനങ്ങളിലേക്ക് ഒരു ചർച്ച എത്തുന്നത്. അതെ, ഇപ്പോൾ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് കണ്ടതാണ്. നിങ്ങൾ പത്മ അവാർഡ്സിനെ പറ്റി പോസ്റ്റുകൾ ഇടുമ്പോൾ VS അച്യുതാനന്ദനെ മമ്മൂട്ടിയെ മാത്രം വെച്ചിടണം പ്ലീസ്, ഇല്ലെങ്കിൽ എന്നെ ഒന്ന് അൺഫോളോ ചെയ്തേക്കണം, എനിക്ക് വെള്ളാപ്പള്ളിയുടെ ഫോട്ടോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ പിണറായി വിജയനും BJP-യുമായിട്ടൊരു പിടിവലി നടക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ എനിക്ക് വേണമെന്ന് പിണറായിയും വെള്ളാപ്പള്ളിയെ എനിക്ക് വേണമെന്ന് BJP-യും പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ മറ്റൊരു നറേറ്റീവ് എന്ന് പറയുന്നത് BJP നേരിട്ട് ഇടപെട്ടിട്ടാണ് വെള്ളാപ്പള്ളി നടേശന് ഒരു പത്മ അവാർഡ് ലഭിച്ചത് എന്നുള്ളതാണ്. അതിന് ഒരു ആധാരമായി പറയുന്നത്, ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപും ഇത്തരത്തിൽ പലർക്കും ഇത് കൊടുത്തിരുന്നു, പത്മ അവാർഡ്സ് കൊടുത്തിരുന്നു. ഇത് VS അച്യുതാനന്ദനും ഈ പറയുന്ന വെള്ളാപ്പള്ളിക്കും കൊടുക്കുന്നതോടുകൂടി ഈഴവ വോട്ട് സമാഹരണം കേരളത്തിൽ സംഭവിക്കും, BJP അതാണ് ലക്ഷ്യമിടുന്നത് എന്നൊരു നറേറ്റീവ് കൂടെയുണ്ട്. ഇതിനും ഒരു സാധ്യതയില്ലേ? തീർച്ചയായും ഇപ്പോഴാണ് ആ ഒരു സാധ്യതയൊക്കെ മുന്നോട്ട് വരുന്നത്. ഇതിന് മുൻപ് വരെ നമുക്ക് പിണറായി വെള്ളാപ്പള്ളി കൂട്ടുകെട്ടിന്റെ അപ്പുറത്തേക്കൊരു സങ്കല്പം പോലും ഉണ്ടായിരുന്നില്ല. ഇത്രയധികം വർഗീയവാദം പറയുന്ന ഒരു മനുഷ്യനെ എന്തിനാണ് കൂടെ നിർത്തുന്നത് പോലും പലരും മുഖത്ത് നോക്കി വരെ പല സഹാക്കന്മാരോടും ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അവർക്കൊരു മറുപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ BJP-യിലേക്ക് ഒരു ചാഴ്വാണ് കിട്ടുന്നത്. അതെ, പ്രകാശ് ജാവ്ദേക്കർ നേരിട്ട് വന്ന് വീട്ടിൽ വന്നാണ് സന്ദർശിച്ചത്. അപ്പോൾ എന്ന് വേണമെങ്കിലും BJP-യിലേക്കും പോകാമെന്നുള്ളൊരു വള്ളത്തിൽ നിൽക്കുകയാണ് അദ്ദേഹം. പല ഇലക്ഷൻ സമയത്തും ഈ ഒരു വള്ളത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ വെള്ളാപ്പള്ളിക്കുള്ള ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും UDF-ന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇയാളെ സന്ദർശിക്കുന്ന കണ്ടിട്ടുണ്ട്, CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ സന്ദർശിക്കുന്ന കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ BJP-യുടെ ആൾക്കാർ സന്ദർശിക്കുന്ന കണ്ടിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് സംശയമാണ് ഇയാളുടെ സഖ്യം ശരിക്കും ഇയാളുടെ നിൽക്കുന്ന വോട്ട് ഷെയർ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഇനിയിപ്പോ 3 ഷെയർ ആയിട്ട് വിടുകയാണോ, അത് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇത്തരത്തിലൊരു പ്രതിഭാസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സഖാക്കന്മാരും അതേപോലെ
ബാക്കിയുള്ള പ്രവർത്തകരും ഓരോ പാർട്ടിയുടെ പ്രവർത്തകരും മാറി മാറി വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് പോകുന്നു. എല്ലാവരും പോകുന്നുണ്ട്. ആർക്കാണ് ശരിക്കും ഇയാളുടെ ഈ പറയുന്ന വോട്ട് ഷെയർ കൊടുക്കാൻ പോകുന്നത്? വെള്ളാപ്പള്ളി പരോക്ഷമായി ഞാൻ ഇവർക്കാണ് കൊടുക്കാൻ പോകുന്നത് പറഞ്ഞിട്ടില്ല. ആകെ ഇയാൾ പരോക്ഷമായി പറഞ്ഞിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും മാത്രമേ വെള്ളാപ്പള്ളി സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരെയും ഒരേ രീതിയിൽ പ്രീതിപ്പെടുത്തി നിർത്തുന്ന ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോ വെള്ളാപ്പള്ളിയെ ബാക്കി എല്ലാവരും ഒരേപോലെ പ്രീതിപ്പെടുത്തുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാവർക്കും ഇയാളെ വേണം. അതുകൊണ്ട് തന്നെയായിരിക്കും ആർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് ഇങ്ങനെ ഒരു അവാർഡിയാക്കി കിട്ടിയിട്ടുള്ളത്. പക്ഷെ ആ ഒരു കമ്പാരിസൺ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ VS കിട്ടുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ധീര സഖാവ് അല്ലെങ്കിൽ സഖാവിനോടുള്ള ഒരു പ്രത്യേക സ്നേഹം കാണുന്നുണ്ട്. മമ്മൂക്കയുടെ അല്ലെങ്കിൽ ആ ഒരു കലാകാരനോടുള്ള ഒരു പ്രത്യേക ഫാൻ ബേസ് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ആർക്കും പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വാധീനം ചെലുത്തുന്ന ഒരാളായിരിക്കണം ഇത്തരത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും. ഈ രണ്ട് വ്യക്തികളും പ്രത്യേക സ്വാധീനം ജനങ്ങളിൽ ചെലുത്തുന്നുണ്ട്. ഇതൊന്നും പോരാത്തതിന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർക്ക് വേണം പത്മാവോട് എന്റെ പട്ടി പോയി മേടിക്കും, എനിക്ക് തന്നാ പോലും ഞാൻ പോയി വാങ്ങിയില്ലാന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇപ്പൊ വലിയ ട്രോളായി മാറുന്നുണ്ട്. പട്ടിയാണോ ഇനി? കഴിഞ്ഞ കുറച്ചു നേരം മുമ്പേ പ്രിയ ടീച്ചറുമായിട്ട് സൂം എടുക്കുമ്പോ നമുക്കിനി നോക്കാം മേഘ, വീട്ടിൽ വളർത്തുന്ന പട്ടിയാണോ തെരുവ് നായയാണോ അത് അവാർഡ് മേടിക്കാൻ പോകുന്നത്, ചിരിച്ചു പോകും കേൾക്കുമ്പോ. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് വിനയായി മാറിയിരിക്കുന്നത്. അത് തന്നെയാണ് ട്രോൾ മെറ്റീരിയലായി മാറിയിരിക്കുന്നത്. ആ സമയത്ത് പുള്ളി ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു പൂർണ്ണ വിശ്വാസം കൊണ്ടായിരിക്കും. വല്ലവർക്കും കിട്ടുമ്പോ അത് പുച്ഛിക്കുക, എനിക്ക് കിട്ടുമ്പോ കുഴപ്പമില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, പ്രതികരിക്കാനില്ല. ഈ പത്മ അവാർഡ് വാങ്ങിച്ചതിന് ശേഷം BJP-യിലേക്ക് കിടക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ചിത്രമൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് ആദ്യം മുഖത്തേക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു മുഖം എന്ന് പറയുന്നത് പിണറായി വിജയന്റെയാണ്. ഇത്ര കാലം കണ്ണിൽ ഉണ്ണിയെ പോലെ കാത്തു കൊണ്ട് നടന്ന് ആരെയും കേറ്റാത്ത കാറിൽ വരെ കൊണ്ട് നടന്ന് കേൾക്കാവുന്നതിന്റെ പരമാവധി അധിക്ഷേപങ്ങൾ കേട്ട് ഇനി അയാളെ ഒന്നും പറയാനില്ല ആൾക്കാർ. അത്രത്തോളം വർഗീയവാദിയുടെ ഒപ്പം നടക്കുന്ന ആളെന്ന രീതിയിലും ഈ പറയുന്ന തദ്ദേശത്തിൽ വലിയ തോൽവി ഉണ്ടായത് പോലും ഇതുകൊണ്ടാണ് എന്ന് പോലും അയാൾ കേൾക്കേണ്ടി വന്നു. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള കൂട്ടുകെട്ടിന്റെ പ്രശ്നങ്ങൾ പലരും. അതെ, ബിനോയ് വിശ്വമൊക്കെ വെള്ളാപ്പള്ളിക്കെതിരെ സംസാരിച്ച് അവർ തമ്മിലൊരു വാഗ്വാദ ലെവലിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഒന്ന് പറയുന്നു, രണ്ട് പറയുന്നു, തിരിച്ചു പറയുന്നു. അപ്പോൾ പോലും അതിൽ കയറി ഇടപെട്ട് നമ്മുടെ CPIയുടെ നേതാവാണ്, അദ്ദേഹത്തെ ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ ഇടപെടാതെ മാറുന്ന പിണറായിയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അദ്ദേഹം BJP-യിലേക്ക് പോയാലും അദ്ദേഹം CPMന്റെ പിണറായിക്കൊപ്പം നിന്നാൽ തന്നെയും ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ്. പറയുന്നത് വർഗീയത, ഇച്ചിരി ഇസ്ലാം വിരുദ്ധത ഇതൊക്കെ പറയുന്നു, എന്നിട്ട് ഒരു വർഗീയ വേർതിരിവുണ്ടാക്കുന്നു. ഇതിൽ നേട്ടം ആർക്കാണ് എന്നാണ്. ഇപ്പോൾ വർഗീയത പറഞ്ഞ് നേട്ടമുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കി വോട്ട് ഉണ്ടാക്കുന്നത് BJP-യുടെ ഒരു ലൈനായിരുന്നു. അപ്പോൾ പിണറായിയുടെ സ്റ്റാൻഡ് ഇതിൽ എന്താണ്? പിണറായിക്ക് ഇതിൽ നിന്ന് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മുൻ BDJS നേതാവായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഈ ഈഴവ വോട്ട് സമാഹരണം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടത്തുന്നില്ല, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷെ പിണറായി എന്തിനിതിന് കൂട്ടു നിൽക്കുന്നു? എന്ത് നേട്ടമാണ് ഇതിൽ നിന്ന് നേടുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. അതിന്റെ ഒരു പ്രധാന രീതിയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിരോധം എന്ന രീതിയിൽ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ വെള്ളാപ്പള്ളി പറയുന്നത് മത തീവ്രത അല്ലെങ്കിൽ മതം എടുത്തു വെച്ചിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പുറത്ത് CPM-നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ജാതിയാണ് പറയുന്നത്. ഞങ്ങൾ ഈ ജാതിക്കാരുടെ ഒപ്പമാണ്, ഞങ്ങളാണ് ആ ജാതിക്കാരുടെ ഒപ്പം എന്ന് പറഞ്ഞ് കൃത്യമായി ജാതീയത പറഞ്ഞിട്ടുള്ള വോട്ടാണ് CPM എടുക്കുന്നത്. ഇപ്പുറത്ത് മതം പറഞ്ഞ് BJP വോട്ട് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകിച്ചൊന്നും പ്രശ്നമൊന്നും തോന്നില്ല. കാരണം ഇയാൾ കൃത്യമായിട്ടൊരു വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. ആ വോട്ട് ഷെയർ കൃത്യമായി ഇവർക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഈ റിസർവേഷൻ സീറ്റുകളൊക്കെ ഉണ്ടല്ലോ, അവിടേക്കൊക്കെ മത്സരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇവരെന്ത് പറഞ്ഞാലും ഇവർക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ അവിടെ ആൾക്കാരെ നിർത്തുന്ന സമയത്തേക്ക് വോട്ടുകൾ അങ്ങോട്ട് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഇയാളാണ്. അതുകൊണ്ടാണ് ഈ NSS-നോടും SNDP-യോടും ദളിത് സംഘടനകളോടും ഒക്കെ ഈ പറയുന്ന പ്രതിപക്ഷം അല്ലെങ്കിൽ ഈ CPM-ന് ഇത്രത്തോളം ഒരു അനുഭവം ഉള്ളത്. അല്ലാതെ ഇയാളെയൊക്കെ താങ്ങിക്കൊണ്ട് നടന്നിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിച്ഛായ നശിക്കും എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ആകെ ഉപയോഗം ഉണ്ടാവുന്നത് ഇലക്ഷൻ സമയത്തേക്കുള്ള ഈ വോട്ട് ഷെയറുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്ത്. ഇയാൾ പറയുന്ന കേൾക്കുന്ന അനുസരിച്ച് ഈ ജാതീയത എന്ന് പറയുന്ന ഒരു കൊടും തീവ്ര ഒരു വിഷം രീതിയിൽ തന്നെയാണ്. ഇവർക്ക് ഏത് രീതിയിൽ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാം അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അത് ഈ പറയുന്ന മുന്നണി പാർട്ടികൾക്കെല്ലാം അറിയാം. ഇയാളെ വെറുപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാള് കൊടുക്കുന്ന രീതിയിലേക്ക് അത്രയും വിഭാഗം വോട്ടുകൾ കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് കൂടെ നിർത്തുന്നത്. ഇനി മേ ബി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ഈ മധുര നൈറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ, ആഘോഷരാവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വെള്ളാപ്പള്ളിയുടെ ഒരു ആഘോഷരാവ് ഉണ്ടായിരിക്കാം പത്മ അവാർഡ് കിട്ടിയതിന്റെ. അതെ, അതിന് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത ഒരു പരിപാടിയായി തന്നെ നടത്തുമോ എന്ന് തന്നെയും നോക്കി കാണേണ്ടതുണ്ട്.